ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായ വെക്കുകയാണ് കേട്ടോ. പാൽ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പാൽ ചായയൊക്കെ വെച്ച് ഏട്ടനൊക്കെ കുടിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്തിരി എന്താ പറയുക, കട്ടൻ ചായയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള വെള്ളം അവിടെ ചൂടാക്കാൻ വെച്ചു. അതിന് ശേഷം ചോറ് വെക്കാനുള്ള വെള്ളവും നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് മധുരവും ചായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. നന്നായി തന്നെ മിക്സ് ചെയ്ത് അപ്പോഴേക്കും തന്നെ നന്നായി തിളച്ചപ്പോൾ അതൊന്ന് ഓഫ് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വേഗം തന്നെ ഒന്ന് ആറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനി ചായ കുടിക്കണം. അപ്പോൾ നമ്മളിന്ന് ചോറ്റിനരിയിടാനും ഇത്തിരി വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഒരേ തലവേദന കേട്ടോ. അതുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും വയ്യ കേട്ടോ. ഭയങ്കര തലവേദനയായിട്ട് അതാണ് ഇന്നലെ നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് ദിവസം വീഡിയോ ഇടാണ്ടിരുന്നാലും ശരിയാവില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് പറ്റുന്നിടത്തോളം നമുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അരിയൊക്കെ ഒന്ന് തിളച്ചപ്പോൾ അതൊന്ന് മാറ്റി വെച്ച് കൊടുത്തു. അപ്പം നമുക്കിങ്ങനെ വയ്യാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് കാണിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചു. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ കുരുമുളക് ചേർത്ത് പിന്നെ ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരകമാണ് കേട്ടോ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 വലിയ ഉള്ളി കേട്ടോ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുരുമുളകും മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്തത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെരിഞ്ചീരകമൊക്കെ ചേർത്ത കാരണം കേട്ടോ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് 3-4 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളി ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ കൂട്ടിലേക്ക് നമ്മൾ ചതച്ചിട്ട് വന്നിട്ടുള്ള നമ്മുടെ മല്ലിയും മുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിയും മുളകെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായി തന്നെ ഞെരടിയിട്ട് നമുക്ക് ഇതൊന്ന് തിരുമ്മി എടുക്കാം കേട്ടോ. പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ പച്ചമുളക്, അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം തിരുമ്പിയതിന് ശേഷം നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സോയ കേട്ടോ, ഒരു 2 കപ്പ് സോയയുണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിനിപ്പോൾ മല്ലിയും മുളകും വറക്കാണ്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പക്ഷെ വറുത്തിട്ട് ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പൊടിയായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ 2ഉം പൊടി തീർന്ന കാരണമാണ് ഞാൻ അതങ്ങനെ പൊടിച്ചെടുത്തത് കേട്ടോ. പിന്നെ അതെല്ലാം തിരുമ്പി സെറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിലാണ് നമ്മുടെ സോയ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വയ്യാത്ത സമയത്തും സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. കറിയെന്നോ എന്താ പറയുക അറലമ്പറലെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മൾ തിരുമ്മി മാറ്റി വെച്ചിട്ട് നമ്മുടെ സോയയും ഉള്ളിയായിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1/4 സ്പൂണല്ല 1/4 കപ്പിന് താഴെ ഒരിത്തിരി വെള്ളം കേട്ടോ, 2-3 സ്പൂൺ വെള്ളം ഉണ്ടാകും. അത് നമ്മൾ നമ്മുടെ സോയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ മിക്സ് ചെയ്തു, പിന്നെ വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കില്ല നമ്മുടെ കറി. ഇത് വെന്ത് വന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം അപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ സോയയുടെ വേവിനനുസരിച്ച് എടുക്കുക കേട്ടോ. ചില സോയ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വിസിലടിച്ച് കഴിഞ്ഞാൽ വെന്താകെ കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ സോയയുടെ വേവിനനുസരിച്ചിട്ട് വിസിലടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സോയയ്ക്ക് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് ഞാനൊരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ രാവിലെ
പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചോളപ്പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആയി കേട്ടോ. അപ്പോൾ ഇന്നലെ കടയ്ക്ക് പോയപ്പോൾ വാങ്ങിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞാനതൊരു എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ പുട്ട് പോലെ തന്നെ വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വെക്കണം കേട്ടോ. അപ്പോൾ നല്ല മണമാണ് കേട്ടോ നമ്മുടെ ചോളപ്പുട്ടിന്. അപ്പോൾ ഞാൻ മണത്ത് നോക്കിയതാണ് അതൊന്ന്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, അത് നന്നായി തന്നെ ഒന്ന് നനഞ്ഞ് വരുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പുട്ടുപൊടി പോലെ നന്നായി തന്നെ സോഫ്റ്റായി കിട്ടും കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ വിസിലടിച്ചപ്പോൾ ഞാനതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി കൊടുത്ത് അതേസമയം നമ്മുടെ പുട്ടുണ്ടാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടാകുന്ന നേരം കൊണ്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആവിയും വിസിലൊക്കെ പോയ ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ നമ്മുടെ സോയ ഒരുപാട് വെന്തുടഞ്ഞ പോലെ തോന്നിയിരിക്കും, പക്ഷേ അങ്ങനെ ഒരുപാടൊന്നും വെന്തുടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ മസാലയൊക്കെ നന്നായി തന്നെ വെന്തതാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമുക്ക് ഒരുപാട് വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. കുക്കറിലിട്ട് കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് വെന്ത് വരികയും ചെയ്യും, നന്നായി തന്നെ ഇരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു, പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുറവാണ്, പുട്ടിനായ കാരണം കുറച്ചും കൂടെ ഗ്രേവി ഇരുന്നോട്ടെ വിചാരിച്ച് ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അരളമ്പെറലെന്നോ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടൊക്കെ വേണമെങ്കിൽ അത് ചീനിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ പുട്ടിനായ കാരണം കുറച്ച് കുറവായ കാരണം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ് കുറവായപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു, 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു, 1/4 സ്പൂണ് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുത്തു, 1/2 സ്പൂൺ നമ്മുടെ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമ്മളിങ്ങനെയുള്ള കറികൾ കുക്കറിൽ നിന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് നേരം തിളപ്പിക്കുമ്പോഴാണ് മസാലയായിട്ട് ഒന്നുകൂടെ നന്നായിട്ട് സെറ്റായി വരാറുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, എന്നാലും ഞാൻ ഒത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടും എളുപ്പത്തിനും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സോയ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഇങ്ങനെയുള്ള കറികളാകുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് റെഡിയായി കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ പുട്ടൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ അത് എന്താ പറയുക വെള്ളമൊക്കെ വറ്റി പാകത്തിന് തന്നെ ഉതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ചെയ്യും പോലെ തേങ്ങയും പുട്ടുപൊടിയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിന്നിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കാൻ നിന്നിട്ടില്ല, ഇത് മാത്രം ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചോളപ്പുട്ടൊക്കെ നമ്മളൊന്ന് വേഗം തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ആവി വന്നു കഴിഞ്ഞാൽ ഇത് റെഡിയായി കേട്ടോ. അങ്ങനെ നമ്മുടെ ചോളപ്പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനൊരു പ്രത്യേകതരം മണവും പ്രത്യേകതരം ടേസ്റ്റുമാണ് കേട്ടോ. ക്യാരറ്റ് കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ട് റെഡിയായപ്പോൾ ഞാനതൊന്ന് കുത്തി മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. കാണാനും കഴിക്കാനും നല്ല ഭംഗിയും ടേസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം അവിടെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമുക്കിനിപ്പോൾ കൂട്ടാൻ എന്തെങ്കിലും വെക്കണമല്ലോ, അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഒരു ബീൻസ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പൊതുവെ ഉപ്പേരി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക, പക്ഷെ എന്നാലും ഇതൊന്നുകൂടെ നമുക്ക് സിമ്പിളാക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഞാനതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യാറുള്ളത്, അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തന്നത് മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3-4 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ക്യാരറ്റോ മുട്ടക്കോസോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ചീൻചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ബീൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക പണിയും ലാഭമാണ്, സമയവും ലാഭമാണ് കേട്ടോ. ഒരുപാട് വഴറ്റി എടുത്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ഇത് വെന്ത് വരുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിന്. നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ട് ഞാനതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഈ കടുകൊക്കെ പൊട്ടുമ്പോഴേ അതെല്ലാം അടുപ്പിലും അതുപോലെ ഗ്യാസിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ വീഴും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒരു തുണി കൊടുത്തിട്ട് നന്നായി തന്നെ തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം വീഴുമ്പോഴും ഇങ്ങനെ പൊടി വീഴുമ്പോഴൊക്കെ
കൈയോടൊന്ന് തുടച്ചെടുത്താൽ ഒന്നുകൂടെ വൃത്തിയായിരിക്കും കേട്ടോ. പഴയ അടുപ്പാകുമ്പോൾ ഇത്ര പ്രശ്നമില്ല കേട്ടോ, നമ്മൾ ഒരുമിച്ച് ലാസ്റ്റ് ചെയ്താലും മതിയാവും. പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു പൊടി വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ അറിയുകയും ചെയ്യും, കാണുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് കൈയോടെ ഇത് വൃത്തിയാക്കണം. അങ്ങനെ ഞാൻ ബാക്കിയുള്ള നമ്മുടെ പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് കൊട്ടി വെച്ച് കൊടുത്ത് അവിടെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മുടെ അക്ഷയ നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെക്കേഷനായ കാരണം പാത്രം കഴുകി തരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ആ പണിയില്ല കേട്ടോ. പിന്നെ എല്ലാം അവിടെ ഒന്ന് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും വേഗം തന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുക്കള അടിക്കലും അതുപോലെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിൽ വെക്കുമ്പോൾ എന്താ പറയുക, നന്നായി തന്നെ വെന്ത് വരും. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് അടുക്കി പിടിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നന്നായി തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത്തിരി കഞ്ഞിയാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ കഴിക്കാൻ അശ്വിനുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ അക്ഷയും ഏട്ടനൊക്കെ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഞങ്ങൾ മാത്രം ഭക്ഷണം കഴിക്കാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാമെന്ന 2 റെസിപ്പികളും അതുപോലെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ നാളെ ഉച്ചക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.